ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കോഴിക്കോടൊക്കെ പോയി ഇന്നലെ എത്തി. ഇന്ന് തൊട്ട് നമ്മുടെ വീണ്ടും ഞങ്ങളുടെ സ്വന്തം വീട്ടിലെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നിട്ട് അതിനുശേഷം പള്ളിയിൽ പോയായിരുന്നു. പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഷോപ്പിൽ കയറി കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇഡ്ഡലി മാവ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ദോശയുടെ മാവ് ബട്ടൂസിൻ്റെ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ സെയിം. അപ്പോൾ ഒരു പാക്കറ്റ് മതി നമുക്ക് ഒരു ദിവസത്തേക്ക് ധാരാളം. അപ്പോൾ ഇതിനകത്തേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കണം. അതിനുശേഷം ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം. പിന്നെ ചട്നി ഉണ്ടാക്കാനായിട്ട് തേങ്ങയൊക്കെ നമ്മുടെ റെഡിയാണ്. അപ്പോൾ ഇത് വെച്ച് എനിക്കൊരു തേങ്ങ ചട്നി ഉണ്ടാക്കണം. പിന്നെ ഉച്ചക്കാലത്തേക്ക് വെണ്ടക്കായ കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം. കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കറിക്ക് എന്താ ചെയ്യേണ്ടത്? പരിപ്പ് ഉണ്ടാക്കിയാലോ? നോക്കട്ടെ, പരിപ്പ് എടുക്കാം. പരിപ്പ് നമുക്കെടുത്ത് കറി ഉണ്ടാക്കാം. അപ്പം എളുപ്പത്തിൽ നമ്മൾ ജോലി കഴിക്കും. പരിപ്പ് കറി അന്ന് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിങ്ങനെ ബോട്ടിലുകളിലൊക്കെ ആക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടേക്കായാലും ഇതെല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്തു. പറ്റുന്ന പോലെയൊക്കെ ഇവിടെ മസാലകളുടെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ദൃശ്യം 3 കാണാനായിട്ട് പോകണം. അഷ്ടമിച്ചിറ മഹാലക്ഷ്മി തിയേറ്ററിൽ പോയി ഞങ്ങൾ ദൃശ്യം 3 കാണാൻ പ്ലാനിട്ടുണ്ട്. 11:30ക്കാണ് ഷോ. അപ്പോൾ 11:30ക്കുള്ളതിന് നമുക്ക് ടൈമിനെത്തണം. അവിടെ വീണ്ടും ചായ ആയിട്ട് എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ ചായ ഉണ്ടാക്കാനായിട്ട് കാപ്പിയാ ചായ ഉണ്ടാക്കാനായിട്ട്. ഗുഡ് മോർണിംഗ്. അഞ്ജലി എണീക്കണുള്ളൂ. ഇപ്പൊ ഹോളിഡേസ് അല്ലേ, എണീക്കാൻ മട്ടിയില്ലേ. ഞാൻ മാവ് എടുത്ത് പുറത്ത് വെച്ചാൽ കഴിക്കുന്നുണ്ടാവും. വീട് താഴേന്ന് കാപ്പി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു. ഞാൻ കാപ്പി ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ച് അതിന്റെ പാക്കറ്റൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കാപ്പി എത്തി. അതുകൊണ്ട് രസം കേട്ടോ ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ. താഴേന്ന് ഞങ്ങൾ മുകളിലേക്ക്, മുകളിൽ നിന്ന് താഴേക്ക്, അങ്ങനെ എക്സ്ചേഞ്ചും കാര്യങ്ങളാണ്. താഴെ വീട് നൂലപ്പം ഉണ്ടാക്കുന്നുണ്ട്, ഇടിയപ്പം. അപ്പോൾ മിടു താഴേന്ന് ഇടിയപ്പം ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. ഞാനിവിടുന്ന് ഇഡ്ഡലി ചട്നി ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് താഴേക്ക് പാസ് ചെയ്യും. അപ്പം 2 ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാമല്ലോ നമുക്ക്. അപ്പം അങ്ങനെ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യണം. അപ്പോൾ ഞാൻ പരിപ്പ് അതിനെടുത്ത് വെള്ളത്തിലെടുത്ത് എന്നിട്ട് നമുക്ക് ജോലികൾ ഓരോന്നായിട്ട് ആരംഭിക്കണം. ടൈമിന് പോകേണ്ടതാണ്. അപ്പോൾ ഇന്ന് പോയിട്ട് അനിത്തിനെയും റോണിനെയും കൂടെ കൊണ്ടുവരുന്നുണ്ട് സിനിമ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളുള്ളപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അവർക്കൊരു സന്തോഷമില്ല. അപ്പോൾ അവരെയും പോയി കൊണ്ടുവരണം. എനിക്ക് ഈ കപ്പ് ഭയങ്കര ഇഷ്ടമായിട്ട്, ചെറിയ കപ്പാണെങ്കിലും നല്ല ഇഷ്ടമായാണ്. നമുക്ക് പരിപ്പ് കുറച്ച് ആദ്യം കൊടുക്കും. അപ്പോൾ ഞാൻ മാവൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഉപ്പും ചേർത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ രീതിയിലൊക്കെ ഞാൻ മിക്സാക്കി എടുത്തു. ഇനി നമുക്കത് വേഗത്തിൽ തന്നെ അടുപ്പത്തേക്ക് വെക്കാം. ഈ ചട്നിയും കൂടെ ഉണ്ടാക്കണം എനിക്ക്. നമ്മുടെ ബസ്തിയിലെ ഇഡ്ഡലി പാത്രം ആയിരുന്നെങ്കിൽ ഒറ്റ ട്രിപ്പിന് 21 ഇഡ്ഡലി ഉണ്ടാക്കായിരുന്നു. പക്ഷെ ഇത് ഇവിടെ കേരളത്തിലൂടെ വാങ്ങിച്ചതാ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആകെ 4, 5, 9 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 2 സെറ്റ് അതിനകത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതവിടെ നാട്ട്. ഇനി നമുക്ക് വേഗം ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ചട്നിക്കുള്ള തേങ്ങയൊക്കെ എടുത്തിട്ട് ഞാൻ കാപ്പി കുടിച്ചിട്ടില്ല. 5 എണീറ്റിട്ടുണ്ട്. ചേട്ടൻ മാത്രം എടുത്തു. ചേട്ടൻ എടുത്ത് കുടിച്ചു. അത് നമ്മുടെ ചട്നി അരയ്ക്കാനുള്ള തേങ്ങയ്ക്ക് എടുക്കേണ്ട ജാറിൽ ഇത്തിരി സവോള ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കാച്ചി കഴിക്കുമ്പോൾ താളിച്ച് കഴിക്കുമ്പോൾ എടുക്കാം. പിന്നെ പച്ചമുളക് ഞാൻ 2 കട്ട് ചെയ്തിട്ടുണ്ട്. 2 പച്ചമുളക്. എരിവ് അധികമായി കഴിഞ്ഞാൽ താഴെ കൊച്ചങ്ങൾക്ക് പ്രശ്നവും. അപ്പം അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ചട്നിക്ക് ആവശ്യത്തിനുള്ള പുളിക്കായിട്ട് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേഗം ചട്നി അരച്ചെടുക്കാൻ നമ്മുടെ മിക്സിയൊക്കെ ഇവിടെ റെഡി. ചേട്ടനപ്പോഴേക്കും എനിക്ക് കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി തന്നു. പിന്നെ ഇതിനെന്തൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. Even if the sky is falling down, even if the sky is
ചട്നി നല്ല വൈറ്റ് കളറിലെ ചട്നി റെഡി. അപ്പം ഇനി നമുക്ക് ഒന്ന് താളിച്ച് വയ്ക്കണം. അപ്പം അതിന് മുൻപായിട്ട് ഞാൻ നമ്മുടെ ഇഡ്ഡലി ഓൾറെഡി 1 ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെള്ളത്തിലേക്ക് വയ്ക്കാം. ഞാൻ പാക്കറ്റൊക്കെ വെച്ച് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുവഴി തണുക്കുമ്പോഴേക്ക് നമുക്ക് വേഗം ചട്നിക്ക് താളിച്ചൊഴിക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ചട്നീനെ ഇങ്ങനൊരു ബൗളിലേക്ക് പകർത്തുന്നുണ്ട്. അപ്പൊ ചട്നിക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ ഇവിടെ ചീനച്ചട്ടിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽമുളകൊക്കെ വാങ്ങിച്ചിട്ട് ബോട്ടിലുകളിലും ഇട്ട് വെച്ചിട്ടില്ല, അത്രയും സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ പാക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് എടുക്കണം. ഇനി ഫാനൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ താളിച്ചൊഴിക്കാനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്തെടുത്ത് ചട്നിയിലേക്ക് ഒഴിക്കുകയാണ്. നമ്മുടെ ചട്നി റെഡിയായി. നമുക്കിനി വേഗം ഇഡ്ഡലി കൊത്തിയെടുക്കാം. നല്ല ഇഡ്ഡലി കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ വിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ വെളിച്ചെണ്ണ തൊട്ട് പറ്റിയായിരുന്നു തട്ടുമ്മ. ഇപ്പം എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലപോലെ തണുത്തായിരുന്നു. നമുക്ക് ഈ അടുത്ത ട്രിപ്പും കൂടെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് വെച്ചു കൊടുക്കാം. Sometimes we're crashing down, but we get up and start from the ground. And I really wanna know. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് കമന്റ്സിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചിയുടെ ബ്രദർ അല്ലേ താഴെയുള്ളത്, നിങ്ങൾക്ക് ഒരുമിച്ച് കഴിച്ചൂടെ, ഒരുമിച്ച് കുക്ക് ചെയ്തൂടെ? ഒരു കുഴപ്പമില്ല, സന്തോഷം. ഒരുമിച്ച് കുക്ക് ചെയ്യുകയും ചെയ്യാം, ഒരുമിച്ച് കഴിക്കുകയും ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലാണ് ഈ വീട്ടിലേക്ക് വരുന്നത് താമസിക്കാനായിട്ട്. അവർ ഓൾറെഡി താഴെ ഇപ്പോൾ താമസിക്കുന്നതുകൊണ്ട് താഴത്തെ വീടിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മുകളിൽ നമ്മുടെ അനക്കവും പ്രസൻസ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മളും ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. വെറുതെ ഇങ്ങനെ അടച്ചു മൂടി കിടന്നിട്ട് കാര്യമില്ലല്ലോ. ഒത്തിരി വർഷങ്ങൾ ഇങ്ങനെ അടച്ചിട്ടിട്ട് എന്താ കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും വരുമ്പോൾ ഇത് കിച്ചണായതുകൊണ്ട് തന്നെ ഇവിടെ കിച്ചണിലെ കുക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യും. ബെഡ്റൂംസ് എല്ലാം അതെല്ലാം നമ്മൾ ഉറങ്ങാനും അങ്ങനെയൊക്കെ ആയിട്ട് അത് യൂസ് ചെയ്യും. ഡൈനിങ് ഹോളിലായിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പോൾ വീടിന് തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ നമ്മുടെ വീട് അങ്ങനെ ഒരു പഴയ വീട് പോലെ തോന്നില്ല, നല്ല പുത്തൻ വീടായിട്ട് എന്നും നിൽക്കും. അപ്പോൾ എനിക്കിവിടെ വന്നു കഴിയുമ്പോൾ എപ്പോഴും അതിനില്ല. ഞാൻ ഇപ്പോൾ നമ്മൾ മെമ്പേഴ്സുകൾ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യുക ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ താഴേക്കും കൊടുക്കും. അവർക്കും അങ്ങനെയും ഇഷ്ടം കുഴപ്പമൊന്നുമില്ല. ഒരുമിച്ച് കഴിക്കാം. ഇത്രയും ദിവസം ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ പാപ്പനും മാമയൊക്കെ വന്ന ദിവസം ഒരു ദിവസം കൂടെ കുക്ക് ചെയ്തു. വീണ്ടും പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ പിന്നെ ഒരുമിച്ചല്ലേ കഴിച്ചത്. അപ്പം ഇപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ആൽവിന് വരാറായിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും വീണ്ടും ഇങ്ങനെ ഇവിടെ കുക്ക് ചെയ്യാൻ തുടങ്ങാം. അല്ലെങ്കിൽ ഒത്തിരി പേരാകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. പാത്രങ്ങളും അതിന് മാത്രം വലിയ പാത്രങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതേ താഴേക്ക് കൊണ്ടുപോകാനുള്ള ചട്നി ഇഡ്ഡലിയൊക്കെ റെഡിയായി. ഞാൻ വേഗം ചട്നി ഒന്ന് പകർത്തട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ ഇഡ്ഡലി ചട്നി റെഡി. അപ്പം ഞാൻ താഴെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഓടി വെക്കാം. കാരണം അടുപ്പത്ത് ഇഡ്ഡലി ഇരിക്കുകയാണ് അടുത്ത സെറ്റ്. അപ്പം എനിക്ക് ബാക്കിയും കൂടെ കുക്കിംഗ് ചെയ്യാനുണ്ട്. വേഗം കൊടുത്തിട്ട് ഓടി വരും. അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് പരിപ്പ് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2-3 പച്ചമുളക് കട്ട് ചെയ്തതുണ്ട്. പിന്നെ തക്കാളി ഹാഫ് എടുത്തോളൂ കേട്ടോ, ഹാഫേ മാറ്റി വെച്ചു. കാരണം വലിയ തക്കാളിയായിരുന്നു. അപ്പോൾ തക്കാളി പിന്നെ ഇത്തിരി കറിവേപ്പിലയും ഇതെല്ലാം പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കറിയായിട്ടാണ് ഇത് വയ്ക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പോകേണ്ടത് കൊണ്ട് സമയവും കുറവാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത്തിരി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അടുപ്പത്ത് വയ്ക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. റൈസ് ഉണ്ടാക്കുന്നില്ലേ, റൈസ് താഴെ വീടും ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അനിയത്തിയുടെ മോനും വരുന്നുണ്ട്. അപ്പോൾ റൈസ് അവിടെ ഉണ്ടാക്കിക്കോളും. പിന്നെ കറികൾ അവിടെയുണ്ട്. ഞാൻ വെണ്ടക്കായ കഴുകി വെണ്ടക്കായുടെ ഉപ്പേരി ഉണ്ടാക്കണം. അതിന് മുൻപായിട്ട് നമുക്ക് ഇഡ്ഡലി കുത്തിയെടുക്കണം. ഇതൊക്കെ താഴെ നിന്ന് വിടും ഇടിയപ്പം.
ഞങ്ങൾ പറയുന്ന നൂലപ്പം. അടിപൊളി. അഞ്ജുവിന്റെ ഫേവറേറ്റ് ആയിട്ടത് നൂലപ്പം. നൂലപ്പവും പിന്നെ തേങ്ങപ്പാലും ഇവിടെ കൊണ്ടിട്ടുണ്ട്. അപ്പൊ 2 ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പവും തേങ്ങപ്പാലും പിന്നെ ഇഡ്ഡലിയും ചട്നിയും. ഹോളിഡേസ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഡോർ മാറ്റി വെക്കേണ്ടി വരും. താഴേന്ന് മോളിന്ന് ഫുഡ്. എന്താ പറ്റിയ എന്റെ കുഞ്ഞാക്കൾ എന്തെങ്കിലും നിക്കണത് ഒരു പൊഞ്ചിരിയില് ഇവിടെ വീഡിയോ എടുക്കണം പറഞ്ഞത് പറ്റിയ ഒന്നും കഴിക്കാൻ പറ്റാത്ത. അയ്യോ പാവട്ടാ. ഓരോ ഇഡ്ഡലിയൊക്കെ കഴിക്കാം, കുറെ ഒന്നും കഴിക്കണ്ട. ഓരോന്നും പറ്റില്ല. സാലപ്പം ഞങ്ങളൊക്കെ കഴിക്കുന്നത് കൊതിച്ചിരുന്നു. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമായി. അഞ്ജുവിന് മിടുവാൻറ്റി ഉണ്ടാക്കിയ നൂലപ്പാണ്, ഇടിയപ്പാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അഞ്ചു ചാടി എതിർക്കുന്നുണ്ട്. ഞങ്ങളും അത് തന്നെയുണ്ടോ ആദ്യം എടുക്കണേ. പിന്നെ ഇവിടെ തേങ്ങപ്പാല് പഞ്ചസാര ഇട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അഞ്ചുവിന് ഇഡ്ഡലിയേക്കാളും കൂടുതൽ ഇഷ്ടം നൂലപ്പല്ലേ, ഇടിയപ്പം. പുറത്ത് നല്ല കാലാവസ്ഥയായിട്ടൊന്നും മഴയില്ല, ചെറുതായിട്ട് വെയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. എന്നാൽ മഴ പെയ്യോന്ന് വെച്ചാൽ ചിലപ്പോൾ പെയ്യാനും സാധ്യതയുണ്ട്. മീൻകാരൻ ചേട്ടൻ പോകുന്നുണ്ട് ഇതിലെ. മീൻകാരൻ ചേട്ടൻ്റെ ഒച്ചയേക്കാം. മീൻകാരൻ ചേട്ടൻ വന്നേക്ക്. കുക്കറിൽ നിന്ന് വിസിൽ വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഇത്തിരി കുറച്ചിട്ടേക്കാം. ആദ്യത്തെ 2 വിസിൽ വന്നപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി വെണ്ടക്കായൊക്കെ കഴുകി എനിക്ക് ഉപ്പേരി ഉണ്ടാക്കണം. പെട്ടെന്ന് തന്നെ റെഡി ആവണം. പോകാൻ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ. വീടിന്റെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി. ഇടിയപ്പവും തേങ്ങപ്പാലും. ഇഡലി അത് കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ. കൂടുതൽ ഇഷ്ടം ഇതാ, ഇത് ആദ്യം എടുത്തു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വെണ്ടക്കായ ഫ്രൈ ചെയ്തെടുത്ത് അതിനെ ഉപ്പേരി ആക്കണം. അതായത് നമ്മൾ മെഴുക്ക് പുരട്ടി എന്ന് പറയാം. പിന്നെ ഇവിടെ പരിപ്പൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് താളിച്ചൊഴിക്കാനുള്ള ഐറ്റംസും വേറെ റെഡിയായി. കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് പിന്നെ ഇത്തിരി ചെറിയ ഉള്ളി കട്ട് ചെയ്ത് പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ടോ ഞാൻ താളിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ വേഗം റെഡിയാവാൻ പോവാണ്. സിനിമ കാണാൻ പോകാനായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. അനിയത്തിനെയും മോനെയും കൊണ്ടുവരാനായിട്ട് സണ്ണിയും ചേട്ടനും കൂടെ പോയിട്ടുണ്ട്. വണ്ടി എടുത്ത് പോയി കഴിഞ്ഞു. ഞങ്ങളിനി പെട്ടെന്ന് തന്നെ റെഡി ആവട്ടെ. അഞ്ചു വാ, വേഗം റെഡിയാവും. അപ്പോൾ അനിയത്തിയുടെ മോനുമായിട്ട് എത്തിയിട്ടുണ്ട്. ചേട്ടനും സണ്ണിയും പോയിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അവരെല്ലാം താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകണ്, അല്ലെങ്കിൽ ലേറ്റ് ആവും. 11:30 ഷോ കാണാനായിട്ടാണ് നമ്മൾ പോണേ. ദൃശ്യം 3. ഇപ്പോൾ പോയി കണ്ടുവരാം. അപ്പോൾ അങ്ങനെ സിജിയൊക്കെ എത്തി. അമ്മോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിനി സിനിമ കാണാൻ പോവാം. അമ്മ അതേ എവിടെ ഇരുന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ തന്നെ വീഡിയോ ആണ്. ലിജീസ് വ്ളോഗ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ UP. അപ്പോൾ സിനിമ കാണാൻ പോണ ആൾക്കാരൊക്കെ ഇറങ്ങി. റോണും ചേട്ടനും അഞ്ജലി പിന്നെ നമ്മുടെ ഗ്രേസ് മോള് അവരൊക്കെ ഈ വണ്ടി കയറി. ഞാൻ ഇതിലെ കയറേണ്ടത്. ആണോ? നിങ്ങൾ സ്കൂട്ടർ വേണോ? എന്നാൽ ഞാനും സിജിയും അപ്പോൾ ആ വണ്ടിക്ക് കയറാം. ഓക്കെ. അവര് സ്കൂട്ടിക്കാന്ന്. അപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് പോവാം. ശ്രമിച്ച് നമ്മുടെ ടൗണിലേക്ക് അല്ലേന്ന്. അപ്പോൾ നമുക്കെന്നാ ഈ വണ്ടിക്ക് പോവാം. സിജിയുടെ കാലും എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഒത്തിരി പേര് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു വീണതാണ്, ഒരിക്കൽ വീണ് പറ്റിയതാണ്. ഇപ്പം എങ്ങനെയുണ്ട്? കുറഞ്ഞോ? ഓക്കെ ആയി? ഇപ്പോൾ നടക്കാൻ പറ്റില്ലേ? വേദനയൊക്കെ കുറഞ്ഞില്ലേ? എല്ലാം ശരി. നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഇപ്പം പയ്യെ ബസ്സിൽ നിന്ന് വീണതാണ്. ബസ്സിൽ നിന്ന് വീണതെന്ന് പറയാൻ പറ്റില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീണു. കാലെടുത്ത് വെച്ചപ്പം റോഡിലേക്ക് വീണു. ഓക്കെ പോ. ദൃശ്യം കാണാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ദൃശ്യം 3. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? കരയാനൊന്നുമില്ല. നന്നായി കണ്ടിരിക്കാം.
സൂപ്പർ. ചേട്ടാ ഇന്നത്തെ സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ? ദൃശ്യം 3 കുറെയൊക്കെ ഞാൻ ഉറങ്ങിപ്പോയിട്ടോ. അപ്പൊ ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നോ ചേട്ടന്? സിനിമ ആണെന്ന് ഒന്നാമത് എനിക്കറിയാമല്ലോ. ഏത് സിനിമ കണ്ടാലും ഉറങ്ങും. നിനക്കറിയോ? ഇല്ലില്ല, ഏത് സിനിമ കണ്ടാലോ? അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാകുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സിനിമ ഇങ്ങനത്തെ അല്ല. ചിരിക്കേണ്ടതായിരിക്കണം. പണ്ട് കാലങ്ങളിലുള്ള സിനിമകളൊക്കെ തമാശ പടങ്ങളാ ഓക്കെ. ഇപ്പത്തെ കാലത്തെ സിനിമകളൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ നോക്കുമ്പോ ഞാൻ നിങ്ങളോട് ആരോടും പോകാം. ഇന്റർവെൽ വരെയുള്ള സമയത്ത് ഇടയ്ക്കൊക്കെ ഉറങ്ങുന്നത് കൊണ്ട് ഞാൻ, എന്നാലും ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സീരിയസ് ആയി. വിളിച്ചേൽപ്പിക്കുന്ന സമയങ്ങളിൽ നിനക്ക് കാണാൻ പറ്റും. ഞാൻ കാണുന്നുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലേ, നല്ല സിനിമയാണ്. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണാം. നല്ല സിനിമയൊക്കെയാണ്. നമുക്കൊരു നേരം പോക്ക്. അപ്പം അത് ജസ്റ്റ് സ്റ്റോറിയാണല്ലോ, അപ്പോൾ കണ്ടങ്ങനെ എൻജോയ് ചെയ്യാം. ദൃശ്യം 4 വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആണോ? അതിന് ഉണ്ടാക്കി വരാനും കുറച്ച് സമയം എടുക്കും. റോണ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ സിനിമ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ സിനിമ കാണലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഇനി ലഞ്ചൊക്കെ കഴിക്കാൻ പോവാം. അപ്പോൾ ഒരുവിധം നല്ല വലിയ സിനിമയായിരുന്നു. 2 മണിക്കൂർ 40 മിനിറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. ബൈ ബൈ.